RRB NTPC 2025 അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകമായിട്ടും പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ള കുറച്ച് ഇൻസൈറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഒരു ദിവസം നമ്മൾ സോണുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ സോൺ തിരഞ്ഞെടുക്കാം, ഏത് സോണാണ് കോമ്പറ്റീഷൻ കൂടുതൽ, അല്ലെങ്കിൽ സോണുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർ അനാലിസിസ് നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു അനാലിസിസ് സോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനാലിസിസ് മാത്രം കൊണ്ട് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം എന്നത് കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പോൾ മറ്റു ചില കാര്യങ്ങളും കൂടെ കൺസിഡർ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ആ പ്രൊസീജിയറിലോട്ടുള്ള നിങ്ങളുടെ എൻട്രി പ്രോപ്പർ ആവും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റൊന്ന് മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഏത് സോണിൽ തിരഞ്ഞെടുത്താൽ, ഏത് പോസ്റ്റുകളുടെ പ്രിഫറൻസ് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മനസ്സിലാക്കി എങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് സെലക്ഷൻ ഉള്ള ചാൻസസ് മാക്സിമം ആണ് എന്നൊരു ഇൻസൈറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നതെന്ന് ആദ്യം തന്നെ പറയട്ടെ. പോസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പാർട്ടിൽ നമുക്ക് 6 പോസ്റ്റുകളാണ് RRB NTPC 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. 6 പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ലെവൽ 6 വരുന്നത്, അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ, ഗൂഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രാഫിക് അസിസ്റ്റന്റ്, ഇത്രയും പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഓരോ പോസ്റ്റുകളുടെ നേച്ചർ എന്താണ്, അല്ലെങ്കിൽ ആ പോസ്റ്റുകളിൽ കിട്ടാനുള്ള കടമ്പകൾ എന്തൊക്കെയാണ്, അതിനുവേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ എന്തൊക്കെയാണ്, അതിന് സെപ്പറേറ്റ് എന്തെങ്കിലും സ്കിൽ ടെസ്റ്റുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാനും നിങ്ങൾക്ക് സെലക്ഷൻ ഉള്ള ചാൻസസ് കൂടാൻ സാധ്യതയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മെഡിക്കലി എലിജിബിൾ അല്ലാത്ത, അതായത് ഇപ്പം സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിനൊക്കെ A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ട പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റിന്റെ എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്തില്ല എന്ന് കരുതുക. അങ്ങനെ മീറ്റ് ചെയ്യാതെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ സ്റ്റേഷൻ മാസ്റ്റർ കൊടുത്തു, അപ്ലൈ ചെയ്തു, എക്സാം എഴുതി, നിങ്ങളുടെ ഫൈനൽ ജോബിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഈ ഒരു സ്റ്റേഷൻ മാസ്റ്ററിന് വേണം എന്നുള്ളത് നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അവസരം നഷ്ടപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം എല്ലാവരും ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോ പോസ്റ്റുകളെ പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു, പ്രത്യേകിച്ചും വേക്കൻസി, RRBs, ഏത് RRB സെലക്ട് ചെയ്യണം, അതുപോലെ അവിടെയുള്ള വേക്കൻസി, അതുപോലെ പോസ്റ്റുകൾ, ആ RRBയിൽ അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ, അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇനി മറ്റെന്തെങ്കിലും സ്കിൽ ടെസ്റ്റുകൾ ഉണ്ടോ, ഇത്രയും കാര്യങ്ങളുടെ കോമ്പിനേഷൻ നോക്കിയിട്ട് വേണം നിങ്ങളൊരു RRB അപ്ലൈ ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ. അപ്പോൾ എന്താണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം. അതായത് ഒരു സോൺ, നിങ്ങൾ സപ്പോസ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഡിഫറെന്റ് സോണുകളുണ്ട്, ഓരോ സോണിലും കോമ്പറ്റീഷൻ ഇങ്ങനെയാണെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വേക്കൻസി കൂടിയ ഒരു സോൺ ഉണ്ടെന്ന് കരുതുക. ആ സോണിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് കുറെ അധികം വേക്കൻസി ഉണ്ട്. സ്റ്റേഷൻ മാസ്റ്റർക്ക് ഹയർ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ഹയർ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർക്ക് വേണ്ടിയിരിക്കുന്ന അത്രയും നമ്പർ ഓഫ് വേക്കൻസീസിൽ നിങ്ങൾ എലിജിബിൾ അല്ല. അപ്പൊ നിങ്ങൾ എത്രമാത്രം വേക്കൻസീസിൽ എലിജിബിൾ ആണ് എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഒരു സോൺ സെലക്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. സോ ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമുക്ക് 6 പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ 21 RRBs ഉള്ളതിൽ എല്ലാ RRBസും ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടില്ല. സെലക്ടഡ് കുറച്ച് നമ്മുടെ സദേൺ റീജിയനിൽ വരുന്ന കുറച്ച് RRBസും പിന്നെ 1-2 RRBs നമ്മുടെ നോർത്തിലേക്ക് പോകുമ്പോൾ ഉള്ള കുറച്ച് RRBസും മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ട്രിവാൻഡ്രം, ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ, അതുപോലെ കൊൽക്കത്ത സെലക്ട് ചെയ്തിട്ടുണ്ട്, മാൾഡ സെലക്ട് ചെയ്തിട്ടുണ്ട്, സെക്കൻഡരാബാദ്, ഇത്രയും RRBs സെലക്ട് ചെയ്ത് ആ ഓരോ RRBസിലുള്ള വേക്കൻസീസ് ആണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ RRBസും ഓരോന്നിനും വേണ്ട പോസ്റ്റ്. ഇപ്പം ട്രിവാൻഡ്രം നോക്കിയാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 4 വേക്കൻസി മാത്രമേ ഉള്ളൂ. സ്റ്റേഷൻ മാസ്റ്റർ 27 വേക്കൻസി ഉണ്ട്. അതേസമയം ഗൂഡ്സ് ട്രെയിൻ മാനേജർ ആണെങ്കിൽ 17 വേക്കൻസി. അങ്ങനെ ഡിഫറെന്റ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ടോട്ടൽ 58 വേക്കൻസിയാണ് ട്രിവാൻഡ്രം RRB നോക്കുന്നവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതേസമയം ചെന്നൈ വരികയാണെങ്കിൽ വേക്കൻസിയുടെ നമ്പർ മാറും. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് 125 വേക്കൻസീസ് ഉണ്ട്, 125 വേക്കൻസീസ് വരുന്നുണ്ട്. ചില സോണുകളിൽ ഗൂഡ്സ് ട്രെയിൻ മാനേജർ വളരെ വലിയ നമ്പർ ഓഫ് വേക്കൻസീസ്, മാൾഡ 461 വേക്കൻസി വരുന്നുണ്ട്.
അതേസമയം കൊൽക്കത്ത 306 വേക്കൻസി വരുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ കൊൽക്കത്തയിൽ 135 വേക്കൻസി, മുംബൈയിൽ 125 വേക്കൻസി. അപ്പോൾ ഈ പോസ്റ്റുകളും ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ആളാണ്, അതേസമയം A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ വിഷൻ ഉൾപ്പെടെയുള്ളത് പെർഫെക്റ്റ് ആണ്, 6/6 തന്നെ വേണം നിർബന്ധമില്ല, 6/9 ആയാലും ഓക്കെയാണ് ഈ പോസ്റ്റുകൾക്ക്. ഇപ്പൊ പെർഫെക്റ്റ് വിഷൻ ഉള്ള ആളുമാണ്, നിങ്ങൾക്ക് ജോലി എവിടെ കിട്ടിയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ, അല്ലെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനാലിസിസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ അത്ര ഓക്കെ അല്ല, മറ്റു പല കൺസ്ട്രെയിൻസ് ഉണ്ട്, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല, അതേസമയം നിങ്ങൾക്ക് ജോലിയുടെ നേച്ചർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ പുറത്ത് ഫീൽഡിൽ പോയി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഷിഫ്റ്റ് എടുത്ത് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഓരോ പോസ്റ്റും ഓരോ RRBസിലുള്ള വേക്കൻസീസിന്റെ നമ്പർ ഞാനിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ സൈഡിലായിട്ട് പ്രത്യേകമായിട്ട് ഓരോ പോസ്റ്റിനും വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഞാനിവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറുടെ നമ്പർ ഓഫ് വേക്കൻസി അല്ല, മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ B2 ആണ് കേട്ടോ. ഞാൻ അവിടെ സെപ്പറേറ്റ്ലി മാർക്ക് ചെയ്തിട്ടുണ്ട്. B2 ആണ് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ. അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററും ഗൂഡ്സ് ട്രെയിൻ മാനേജറും ഇതിന്റെ കൂടെ ട്രാഫിക് അസിസ്റ്റന്റും, ഈ 3 പോസ്റ്റുകൾക്കും A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടതാണ്. അപ്പൊ ഈ 3 പോസ്റ്റുകളും ഹൈലി ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ് ആയിട്ടുള്ള ഹൈ വിഷ്വൽ ആക്ടിവിറ്റി ഉള്ളവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ണടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റിന് എലിജിബിൾ അല്ല എന്ന് ഓർക്കുക. സ്പെക്സ് യൂസ് ചെയ്ത് വിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല. നിങ്ങൾ ബാക്കിയുള്ള പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് എത്ര വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ടോട്ടലി ആ ഒരു സോണിലുള്ള വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് അത് അത്രയും വേക്കൻസി എലിജിബിൾ ആണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നോക്കുക. നിങ്ങൾ ഏറ്റവും ഉള്ളതാണെങ്കിൽ ആ സോണിലുള്ള മൊത്തവും വേക്കൻസീസും നിങ്ങൾക്ക് എലിജിബിൾ ആണ് എന്ന് ചിന്തിക്കാം. ഇനി അതല്ല, A2 സ്റ്റാൻഡേർഡ്സ് ഇല്ല, നിങ്ങൾ B2 ആണ് വരുന്നതെങ്കിൽ B2 സ്റ്റാൻഡേർഡിൽ വരുന്നതും അതുപോലെ C2 സ്റ്റാൻഡേർഡിൽ വരുന്നതുമായിട്ടുള്ള നമ്പർ ഓഫ് വേക്കൻസീസിന് മാത്രമാണ് നിങ്ങൾ എലിജിബിൾ എന്ന് മനസ്സിലാക്കി, അത് കൂടുതലുള്ള സോൺ ഏതാണ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ താരതമ്യേന കുറവ് ഏതാണ് എന്നുള്ള സോൺ നോക്കി മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. സോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് അനാലിസിസ് വീഡിയോ ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കണ്ട് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വേക്കൻസി കൂടുന്നത് അവിടുത്തെ കട്ട് ഓഫ് കുറയാനും കോമ്പറ്റീഷൻ ഉണ്ടായേക്കാം, പക്ഷെ കട്ട് ഓഫ് കുറയാൻ അല്ലെങ്കിൽ ജോലി കിട്ടാൻ കുറച്ചുകൂടെ സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വേക്കൻസി ഉണ്ടാവുന്നത്, വേക്കൻസിയുടെ നമ്പർ കുറയുന്നത്, നമ്പർ കൂടുന്നത്. നമ്പർ കുറയുന്ന അനുസരിച്ചിട്ട് അവിടെ കോമ്പറ്റീഷൻ ഒരുപക്ഷെ കൂടിയേക്കാം എന്ന് തന്നെ ചിന്തിക്കണം. പക്ഷെ അത് മാത്രമല്ല ഒരു ഫാക്ടർ എന്ന് ഞാൻ ലാസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേക്കൻസി ഞാൻ റിലേറ്റ് ചെയ്തത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ടാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, സ്കിൽ ടെസ്റ്റ്. ചില പോസ്റ്റുകളിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ചിലർക്ക് ടൈപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അത് ഈസിലി പ്രാക്ടീസ് ചെയ്ത് കിട്ടാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വരുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡിൽ അത്ര ബെറ്റർ അല്ല, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, പാസ് ആവാൻ പറ്റുന്നില്ല എന്ന കണ്ടീഷനുള്ള ആൾക്കാരുണ്ട്. CBAT സ്കോർ നന്നായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ടത് ഈ പോസ്റ്റുകൾക്ക് മറ്റെന്തെങ്കിലും സ്കിൽ ടെസ്റ്റ് ഉണ്ടോ എന്ന കാര്യം കൂടി നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഇവിടെ നോക്കിയാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിന്റെ പോസ്റ്റിന് നോ സ്കിൽ ടെസ്റ്റ് ഇല്ല. അതുപോലെ തന്നെ ഗൂഡ്സ് ട്രെയിൻ മാനേജർ ഈ പോസ്റ്റിനും സ്കിൽ ടെസ്റ്റ് ഇല്ല. പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ വരുമ്പോൾ CBAT വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സ്കോർ ചെയ്യില്ല, അല്ലെങ്കിൽ അതിൽ എൻ്റെ പെർഫോമൻസ് ഓക്കെ അല്ല, എനിക്ക് അത്ര അങ്ങോട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റിൽ പുറത്താവും. ഇൻ ദ എൻഡ് നിങ്ങൾക്ക് ജോബ് കിട്ടാതെ വരും. അതൊരു സാധ്യതയാണ്. മാത്രമല്ല 2 ടൈപ്പിസ്റ്റ് പോസ്റ്റുകളുണ്ട്. അവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അത് രണ്ടും റിക്വയർ ചെയ്യുന്ന 2 പോസ്റ്റുകളാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഈ 2 പോസ്റ്റുകൾക്കും ടൈപ്പിംഗ് സ്കില്ല് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റുകൾ വെക്കാം. ഇനി ടൈപ്പിംഗ് സ്കില്ലൊക്കെ റെഡിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സ്കിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വറി ആവേണ്ട ആവശ്യമില്ല. ചിലരെങ്കിലും CBAT
അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവർക്ക് പറ്റിയതല്ല സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റന്റും. ഈ 2 പോസ്റ്റുകൾക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതും കൂടി പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ ദ എൻഡ് ജോലി കിട്ടൂ. അപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, നിങ്ങൾക്ക് ആ സ്കിൽ ടെസ്റ്റുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതേസമയം ഇനി മറ്റു പല ഫാക്ടേഴ്സും കൊണ്ട് ഈ 2 കാര്യം നോക്കിയിട്ട് നിങ്ങൾ സോൺ തിരഞ്ഞെടുക്കാവൂ. ഈ 2 കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള വേക്കൻസി എത്ര ആണെന്ന് നോക്കുക. അപ്പൊ ഇത് മാത്രം നോക്കിയാൽ മതിയോ? അല്ല, ഇനി മറ്റു പല കാര്യങ്ങളുണ്ട്. ചിലർക്ക് നേച്ചർ ഓഫ് ഡ്യൂട്ടി ബുദ്ധിമുട്ടായിരിക്കും, നൈറ്റ് ഷിഫ്റ്റ് ഒന്നും എടുക്കുന്നത് താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് ആ വീട്ടിൽ നിന്നും അധികം മാറി നിൽക്കാൻ പറ്റില്ല, ചിലർക്ക് അധികം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പല തരത്തിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ ഈ കൺസ്ട്രെയിൻസ് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളത് ഈ ഓരോ പോസ്റ്റുകളുടെയും പ്രോപ്പർ അനാലിസിസ് നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് അടുത്ത മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഓരോ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ്, ഈ പോസ്റ്റുകളുടെ ഡ്യൂട്ടി എന്താണ്, ആ പോസ്റ്റ് കിട്ടിയാൽ അതിന്റെ ഗുണം എന്താണ്, പ്രോസ് എന്താണ്, അതേസമയം അതിന്റെ കോൺസ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ നഷ്ടങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്കറിയാം പോസ്റ്റുകൾ ഏതൊക്കെ പോസ്റ്റാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, രണ്ടും ലെവൽ 6 പോസ്റ്റുകളാണ്. നെക്സ്റ്റ് ലെവൽ 5 വരുന്നതാണ് ഗൂഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇത് മൂന്നും വരുന്നത് ലെവൽ 5 ആണ്. ട്രാഫിക് അസിസ്റ്റന്റ് വരുന്നത് ലെവൽ 4 പോസ്റ്റുമാണ്. അപ്പൊ ഈ ലെവൽ 4, ലെവൽ 5, ലെവൽ 6 3 കാറ്റഗറി ഓഫ് സാലറിയിൽ തന്നെ ബേസിക് പേയിൽ തന്നെ അത്രത്തോളം വ്യത്യാസം വരുന്ന 3 ലെവൽ പോസ്റ്റുകളാണുള്ളത്. നമുക്ക് ഇനി അടുത്തത് ഓരോ പോസ്റ്റുകളായിട്ട് അനലൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് സ്റ്റേഷൻ മാസ്റ്റർ, പോസ്റ്റ് 1 സ്റ്റേഷൻ മാസ്റ്റർ. സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷന്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത്രത്തോളം റിസ്ക് ഉള്ള അല്ലെങ്കിൽ അത്രത്തോളം ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. അപ്പൊ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്കറിയാം. ആദ്യം സ്റ്റേഷൻ മാസ്റ്റർ ജോലിയുടെ ഡീറ്റെയിൽസ് നമുക്കറിയാം. ആദ്യം നമുക്ക് അതിന്റെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കോമ്പൻസേഷൻ ആൻഡ് ഹയറാർക്കി നമുക്കറിയണം. പേ ലെവൽ 6 വരുന്നതാണ്. പേ ലെവൽ 6 വരുന്ന പോസ്റ്റ് ആണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ബേസിക് പേ വരുന്നത് 35,400 ആണ്. 35,400 ബേസിക് പേ എന്ന് പറയുമ്പോൾ ഒരുപാട് അലവൻസുകൾ പിന്നീട് വരുന്നുണ്ട് അല്ലെ. ഡിയർനെസ് അലവൻസ് DA നിങ്ങൾക്ക് 58% വരുന്നുണ്ട്. അതുപോലെ ഹൗസ് റെന്റ് അലവൻസ് വരുന്നുണ്ട്. ഹൗസ് റെന്റ് അലവൻസ് താമസിക്കുന്ന സിറ്റി അനുസരിച്ചിരിക്കും. X കാറ്റഗറി, Y കാറ്റഗറി, Z കാറ്റഗറി സിറ്റി ഉണ്ട്. ആ സിറ്റി അനുസരിച്ച് 24%, 18%, 8% എന്ന് പറഞ്ഞ് പല റേഞ്ചിലാണ് DA വേരി ചെയ്യുന്നത്. അത് ബേസിക് പേയുടെ ഇത്ര ശതമാനം എന്ന് പറഞ്ഞാൽ വരുന്നത്. അങ്ങനെ ഇൻ ഹാൻഡ് സാലറി അപ്രോക്സിമേറ്റ്ലി 55,000 to 65,000 കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഒരുപാട് തരത്തിലുള്ള അലവൻസുകൾ ഇത്തരത്തിലുള്ള സ്റ്റേഷൻ മാസ്റ്റർ പോലെ എല്ലാ പോസ്റ്റുകളും റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നാഷണൽ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യുന്നതിന് സെപ്പറേറ്റ് കോമ്പൻസേഷൻ എമൗണ്ട് കിട്ടുന്നുണ്ട്. നാഷണൽ ഹോളിഡേ അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നവർക്ക് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിൽ പോസിബിലിറ്റി ഉള്ളതാണ്. നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നവർക്ക് നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ഉണ്ട്. നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ഒരു മാസം 8 നൈറ്റ് ഷിഫ്റ്റ് വരെ എടുക്കാം. ഒരു ദിവസം എടുക്കുന്നതിന് അലവൻസ് ആയിട്ട് എക്സ്ട്രാ 500 rupees. അങ്ങനെ 8 നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ ഏകദേശം 4,000 രൂപ നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള അലവൻസുകളും ബേസിക് പേയും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 55,000 to 65,000 സാലറി ആയിട്ട് കിട്ടാൻ ഒരുവിധം ഹയസ്റ്റ് സാലറി പേ ലെവൽ 6 ആയതുകൊണ്ട് തന്നെ ഒരുവിധം ഹയസ്റ്റ് സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ സാലറി വൈസ് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള പൊസിഷൻ തന്നെയാണ്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ആണ്. ഈ കാറ്റഗറിയിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ആണ്, ഏറ്റവും സ്ട്രിക്റ്റ്. അതായത് ഗ്ലാസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ അല്ല. അതുപോലെ ലാസിക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല. സോ ഏറ്റവും സ്ട്രിക്റ്റ് ആണ്. നിങ്ങളുടെ ഐ വിഷൻസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റിന് എലിജിബിൾ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നാഷൻ വൈഡ് ആയിട്ട് 615 വേക്കൻസീസ് ഉണ്ട്. ഇനി ഓരോ സോണും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന സോണിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക. ഏജ് കാറ്റഗറി വ്യത്യാസമൊന്നുമില്ല, 18 മുതൽ 33 വരെ. ഇനി എന്തൊക്കെയാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ജോലി എന്ന് ജസ്റ്റ് നോക്കാം. 24/7 റൊട്ടേഷണൽ ഷിഫ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ എൻറ്റയർ സ്റ്റേഷൻ. അതായത് 24/7 അവൈലബിൾ ആവേണ്ട തരത്തിലുള്ള ഒരു ജോലിയാണ്. റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ്. ഒരു സ്റ്റേഷന്റെ കംപ്ലീറ്റ് ഡ്യൂട്ടീസ്, കംപ്ലീറ്റ് എല്ലാ ഉത്തരവാദിത്തങ്ങളും വരുന്ന ഒരു പോസ്റ്റാണ് സ്റ്റേഷൻ മാസ്റ്റർ. അതുപോലെ ട്രെയിൻ മൂവ്മെന്റ് അതോറൈസേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്, പാസഞ്ചർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മാനേജ്മെന്റ്, എമർജൻസി റെസ്പോൺസ് കാപ്പബിലിറ്റി, സ്റ്റാഫ് സൂപ്പർവിഷൻ ആൻഡ് ഡിസിപ്ലിൻ. അതായത് ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ട്രെയിൻസിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഏറ്റവും ഹയറാർക്കിയിൽ വളരെ മുകളിൽ വരുന്ന ഒരു പൊസിഷനിലുള്ള
പോസ്റ്റ് ആണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ്. അത് നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും ധാരണയുള്ളതായിരിക്കും സ്റ്റേഷൻ മാസ്റ്ററുടെ ജോലിയെ പറ്റിയുള്ള കുറച്ചെങ്കിലും ഐഡിയ. ഇനി ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വർക്ക് ലൈഫ് ഇമ്പാക്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ജോലിയുടെ നേച്ചറാണ് നമുക്ക് കൊണ്ട്, അതായത് നോ ഫിക്സഡ് വീക്കെൻഡ്സ്, ഓപ്പറേറ്റ് 7 days. അതായത് നമ്മൾ ജോലിക്ക് വേണ്ടി നമുക്ക് ആ ലീവ് കിട്ടുന്നതനുസരിച്ച് പ്രോപ്പർലി പ്ലാൻ ചെയ്ത് ഇന്ന വീക്കെൻഡ് ലീവ് കിട്ടും എന്നൊന്നും പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഷോപ്പ് ചെയ്യേണ്ടി വരും. സോ വീക്കെൻഡ്സ് ഒക്കെ ഫിക്സഡ് ആയിട്ടുള്ള വേക്കൻസ് ഒന്നുമില്ല. ആ 7 ദിവസവും നമ്മൾ ഓപ്പറേഷണൽ ആയിരിക്കും. ഡിപ്പെൻസ്, നമ്മുടെ ലീവും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നോ ഫിക്സഡ് ടൈമിംഗ്, അതായത് 10 to 5 എന്ന് പറയുന്ന തരത്തിലൊന്നും അല്ല വർക്കിംഗ് ടൈം വരുന്നത്. ഷിഫ്റ്റ് വെച്ചിട്ടാണ്, 3 ഷിഫ്റ്റുകൾ റൊട്ടേറ്റ് ചെയ്തിട്ട് വരാം. സോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഉത്തരവാദിത്തമുള്ളതാണ്. എപ്പോഴും നമ്മൾ പ്രസന്റ് ആയേക്കേണ്ട 24/7 നമ്മൾ അവൈലബിൾ ആയേക്കേണ്ടതാണ്. അതുപോലെ ഓൺ കോൾ എമർജൻസി ഡ്യൂട്ടി. അപ്പൊ ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ജോലിയാണെന്ന് ഇത് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇതെല്ലാം നെഗറ്റീവ്സ് ആണ് പറഞ്ഞത്, ബുദ്ധിമുട്ടുകൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഹയസ്റ്റ് റെസ്പെക്ട് ആൻഡ് അതോറിറ്റി ഇൻ റെയിൽവേ അതോറിറ്റി. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എഫേർട്ട് ഇടണമെങ്കിൽ അതിന് അത്രത്തോളം ഉത്തരവാദിത്വം ഉണ്ട്. അതിനനുസരിച്ച് ഒരു കോമ്പൻസേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് സാലറി വൈസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഹയസ്റ്റ് റെസ്പെക്ട് ആൻഡ് അതോറിറ്റി ഇൻ റെയിൽവേ ഹയറാർക്കി. റെയിൽവേ ഹയറാർക്കിയിൽ അതിനനുസരിച്ചുള്ള റെസ്പെക്ട് കിട്ടുന്നുണ്ട്. അത് തന്നെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് കരിയർ വൈസ് ഉള്ള അഡ്വാൻറ്റേജ്? അതായത് ഈ ഒരു ജോബിൽ എത്തിയാൽ കരിയറിൽ എങ്ങോട്ടാണ് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നത്? അത്യാവശ്യം നല്ല രീതിയിൽ റെയിൽവേയുടെ ടോപ്പ് റെയിൽവേ മാനേജ്മെന്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അതായത് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് അടുത്ത പ്രൊമോഷൻ വരുന്നത് സ്റ്റേഷൻ സൂപ്രണ്ടന്റ് ആവാം, അതിനുശേഷം അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ ആവാം, പിന്നീട് ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ ആവാം. അങ്ങനെ ടോപ്പ് റെയിൽവേ മാനേജ്മെന്റിലേക്ക് എത്താനുള്ള സാധ്യത ഈ ഒരു പോസ്റ്റിനുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ. ഇത് പ്രാക്ടിക്കലി എത്രത്തോളം ഉണ്ടെന്ന് ഒരുപക്ഷെ പലർക്കും സംശയം ഉണ്ടാകും. കാരണം നമ്മുടെ പല സ്റ്റുഡൻസും നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ പ്രാക്ടിക്കലി ഈ ഒരു ഹയറാർക്കിയിൽ, ഈ ഒരു ഹയർ പൊസിഷൻസിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ വളരെ കൂടുതൽ ടൈംസ് എടുത്തേക്കാം. അത് റിയാലിറ്റി അല്ലെങ്കിൽ ഫാക്ട്. പക്ഷെ ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നിങ്ങൾ ആവാൻ പോകുന്നത് എന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി ആർക്കാണ് ഈ പോസ്റ്റ് ബെസ്റ്റ്? ആർക്കാണ് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ബെസ്റ്റ്? ആംബിഷ്യസ് കാൻഡിഡേറ്റ്സ് വില്ലിംഗ് ടു സാക്രിഫൈസ് പേഴ്സണൽ ടൈം. നിങ്ങളുടെ പേഴ്സണൽ ടൈം സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ജോലി എന്നത് വളരെ പാഷനായിട്ട് കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനിൽ ഇരുന്ന് ആ ഒരു ജോബ് ഏറ്റവും നന്നായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് സാധ്യതയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുകയും നിങ്ങൾക്ക് റെയിൽവേയുടെ ടോപ്പ് അല്ലെങ്കിൽ സീനിയർ മാനേജ്മെന്റിലേക്ക് എത്താനുള്ള ഒരു അവസരവുമാണ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ. അത് ആർക്കാണെന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു. ചില ആൾക്കാരെങ്കിലും എനിക്ക് കുറച്ച് ഫ്രീ ടൈം വേണം, എനിക്ക് മറ്റു പല ആക്ടിവിറ്റീസും ഇതിന്റെ കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ആളുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കില്ല, സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ജോലി. ഓക്കെ, ഇനി ഇതിന്റെ പ്രോസ് എന്തൊക്കെയാണ്? പോസിറ്റീവ്സ്: ബെസ്റ്റ് സാലറി ഹയർ ആണ്. ഞാൻ പറഞ്ഞു പേ ലെവൽ 6 വരുന്ന പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ അലവൻസുകൾ, നൈറ്റ് ഡ്യൂട്ടി അലവൻസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ട്രാവൽ അലവൻസുകൾ ഒക്കെ വന്നാൽ മാക്സിമം സാലറി ആണ്. അതുപോലെ ലീഡർഷിപ്പ് ഫ്രം ഡേ 1. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പോസ്റ്റിലാണ് നിൽക്കുന്നത്. നിങ്ങളാണ് അവിടുത്തെ ലീഡർ. അപ്പം അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ഫ്രം ഡേ 1. പ്രസ്റ്റീജ് ആൻഡ് ഫാസ്റ്റ് പ്രൊമോഷൻ എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ദ സോൺ. നിങ്ങൾ ഏത് സോണിലാണ്, ഏത് സമയത്താണ് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫാസ്റ്റ് പ്രൊമോഷൻ. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ്സ് എന്ന് ചോദിച്ചാൽ 24/7 വർക്ക്. 24 മണിക്കൂറും നിങ്ങൾ ഡ്യൂട്ടിയിലാണ്. എപ്പോൾ വിളിച്ചാലും നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ട ചെല്ലും. അതേസമയം നോ വീക്കെൻഡ് ഓഫ് കിട്ടും എന്നൊക്കെ വിചാരിച്ചാൽ ഒരുപക്ഷെ അത് കിട്ടണം എന്ന് നിർബന്ധമില്ല. സ്ട്രിക്റ്റസ്റ്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ആണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ലാസിക് സർജറി ചെയ്ത അവർക്ക് ഈ ഒരു പോസ്റ്റ് എലിജിബിൾ അല്ല. അപ്പം സ്റ്റേഷൻ മാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പോസിറ്റീവ്സ് എന്താണ്, നെഗറ്റീവ്സ് എന്താണ്, ജോബ് എന്താണ്, എങ്ങനെയുള്ളവർക്കാണ് ഇത് പറ്റുന്നതെന്ന് ജസ്റ്റ് ബേസിക് കാര്യം നമ്മൾ പറഞ്ഞു. ഇനി മറ്റു പോസ്റ്റുകളിലേക്ക് നമുക്ക് പോയാലോ? പോകാം. അതിനു മുമ്പ് ദിശ അക്കാഡമിയുമായിട്ട് ചേർന്ന് RRB NTPC പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കായിട്ട് RRB NTPC 2026 ഏറ്റവും പുതിയ ഓൺലൈൻ ലൈവ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നവംബർ 1 മുതലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെങ്ങും പോകേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ദിശ അക്കാഡമിയോട് ചേർന്ന് ഓഫ്ലൈൻ സെന്ററിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. 5 ഓഫ്ലൈൻ സെന്റേഴ്സിലും നവംബർ 3, 5 തീയതികളിലായിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്.
ഇവിടെ ജോയിൻ ചെയ്ത് പഠിക്കാം. ഇത് രണ്ടും പറ്റുന്നില്ല എന്നുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ തന്നെ നോക്കിയാൽ ഒരുപാട് ഫ്രീ വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ തന്നെ 1000-ൽ പുറത്ത് റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഉറപ്പായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. ആ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ഈ എക്സാമിനെ പറ്റി ഒരു ബേസിക് ഐഡിയ തന്നെ ഉണ്ടാവും. മാത്രമല്ല പുതിയ വീഡിയോ ലൈവ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആ സീരീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മറ്റെങ്ങും പോകണ്ട. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരെ ജോലിയിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ദിശ അക്കാഡമിയോട് ചേർന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പോസ്റ്റിലേക്ക് വരാം. രണ്ടാമത്തെ പോസ്റ്റ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, CCTS എന്ന് നമ്മൾ പറയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേ ലെവൽ 6-ൽ വരുന്ന പോസ്റ്റാണ്. പേ ലെവൽ 6-ൽ വരുന്നതാണ്. ബേസിക് പേ സിമിലർ 35,400 തന്നെയാണ്. ഇൻ ഹാൻഡ് അപ്രോക്സിമേറ്റ്ലി 50,000 to 60,000 സാലറി. ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുമ്പോൾ അലവൻസസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒക്കെ ഇപ്പൊ അലവൻസ് സാലറി കൂടുതലാണെന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവും. ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നതിനായിരിക്കും ചിലപ്പം സാലറി എക്സ്ട്രാ പേയ്മെന്റ് കിട്ടുന്നത്, അലവൻസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു നാഷണൽ ഹോളിഡേയിൽ വർക്ക് ചെയ്യുന്നതിനായിരിക്കും അലവൻസ് കിട്ടുന്നത്. അല്ലെങ്കിൽ അലവൻസ് ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബോറിംഗ് ആയിട്ടുള്ള ലോങ് ട്രാവലിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ആ ട്രാവലിംഗ് അലവൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ മറ്റു പല തരത്തിലാണ് ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത്. പല പോസ്റ്റുകൾക്കും വേരി ചെയ്യുന്നു. അപ്രോക്സിമേറ്റ്ലി 50,000 to 60,000 ഇൻ ഹാൻഡ് സാലറി പറയാം. ആ ബേസിക് പേയുടെ കൂടെ DA, ഹൗസ് റെന്റ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, അങ്ങനെയുള്ള അലവൻസുകളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ആണ് ആ വാല്യൂ പറയാൻ പറ്റുന്നത്. കാരണം ഓരോ മന്തും വേരി ചെയ്യും, ഡിപ്പെൻസ് ഓൺ യുവർ വർക്ക്. അടുത്തത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് B2 ആണ്. നേരത്തെ നമ്മൾ സ്റ്റേഷൻ മാസ്റ്ററിൽ പറഞ്ഞത് A2 ആയിരുന്നു, ഏറ്റവും സ്ട്രിക്റ്റസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ B2 ആണ്, മോഡറേറ്റ് ആണ്, ഗ്ലാസസ് അലൗഡ് ആണ്. പക്ഷെ ലാസിക് സർജറി ചെയ്തത് എലിജിബിൾ ആണ്. സോ ഗ്ലാസസ് യൂസ് ചെയ്യുന്നവർക്കും ഈ പോസ്റ്റ് എലിജിബിൾ ആണെന്നുള്ളത് മെഡിക്കൽ കണ്ടീഷൻ കുറച്ചുകൂടി എളുപ്പമാക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ് എന്ന് നോക്കിയതിന് ശേഷം 6/9 അല്ലെങ്കിൽ 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസസ് ആണ് B2 സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണ്, നിങ്ങളുടെ വിഷൻ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ജസ്റ്റ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വലിയ ടഫ് അല്ല. ഇനി വേക്കൻസി 161 നാഷൻ വൈഡ് ആണ് ആകെ ഉള്ളത്. ഇനി എന്തൊക്കെയാണ് നേച്ചർ ആൻഡ് ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ സൂപ്പർവൈസ് ടിക്കറ്റിംഗ് കൗണ്ടർ ഓപ്പറേഷൻ. ടിക്കറ്റിംഗ് കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ഒക്കെ മാനേജ് ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക, സൂപ്പർവൈസിംഗ് ലെവലാണ്. അതുപോലെ റവന്യൂ മാനേജ്മെന്റ് ആൻഡ് വെരിഫിക്കേഷൻ. ഒരു ടിക്കറ്റിംഗ് കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ റവന്യൂ മാനേജ്മെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇയാളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ കസ്റ്റമർ സർവീസ് ഓവർസൈറ്റ്, ഓവറോൾ പാസഞ്ചേഴ്സും അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓവർസൈറ്റ്, റവന്യൂ ലീക്കിംഗ് പ്രിവെൻഷൻ, സ്റ്റാഫ് മാനേജ്മെന്റ് അറ്റ് കൊമേഴ്ഷ്യൽ കൗണ്ടേഴ്സ്. ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർവൈസിങ്ങും സ്റ്റാഫ് മാനേജ്മെന്റും ഒക്കെയാണ് ഈ ഒരു പോസ്റ്റിന് വരുന്ന മേജർ ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഡ്യൂട്ടീസ്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ പോസ്റ്റ് വർക്ക് ലൈഫ് ഇമ്പാക്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് മിക്സഡ് ഷിഫ്റ്റുകളായിരിക്കും വരുന്നത്. മോർണിംഗ് ഷിഫ്റ്റ്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്. ഷിഫ്റ്റ് വൈസ് ആയിരിക്കും, അതായത് ഫിക്സഡ് ഡ്യൂട്ടി ആയിരിക്കത്തില്ല, ഷിഫ്റ്റ് വൈസ് ആയിരിക്കും ഡ്യൂട്ടി വരുന്നത്. വീക്കെൻഡ് മാൻഡേറ്ററി ഡ്യൂട്ടി, വീക്കെൻഡ്സ് മാൻഡേറ്ററി ഡ്യൂട്ടി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഈ രണ്ട് നെഗറ്റീവ്സ് ആണെന്ന് ഒരുപക്ഷെ പറയാൻ പറ്റും. ഇനി എന്താണ് പോസിറ്റീവ്സ്? ഇൻഡോർ എയർ കണ്ടീഷൻഡ് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഇൻഡോറിലായിരിക്കും കൂടുതലായിട്ട് വർക്ക് വരുന്നത്. സ്റ്റേഷനുകളിലോ ട്രാവലിങ്ങോ തുടങ്ങിയ കാര്യങ്ങളായിരിക്കത്തില്ല. കൂടുതൽ വർക്കും ഇൻഡോർ എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ വിയർപ്പിന്റെ, നമ്മൾ പറയാറില്ലേ, വിയർപ്പിന്റെ അസുഖമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പുറത്തിറങ്ങി വിയർക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഇൻഡോർ ഓഫീസ് വർക്ക് ആയിരിക്കും ബെറ്റർ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പോസ്റ്റ് ആണ്. അതുപോലെ സൂപ്പർവൈസറി റെസ്പോൺസിബിലിറ്റി ഫ്രം സ്റ്റാർട്ട്, ആദ്യം മുതൽ തന്നെ സൂപ്പർവൈസറി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞതും. അപ്പൊ ഈ പോസ്റ്റിന്റെ വർക്ക് ലൈഫ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഷിഫ്റ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ലൈഫ് മാനേജ് ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവരുടെ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് പ്രഷറൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മാനേജ് ചെയ്ത് ചെയ്യാമെങ്കിൽ അത്യാവശ്യം ബെറ്റർ സാലറി ആയിരിക്കും. അവർക്ക് ഫിസിക്കൽ ലേബർ തീർച്ചയായിട്ടും കുറവായിട്ടുള്ള വർക്ക് തന്നെയാണ് ഈ ഒരു പോസ്റ്റിൽ വരുന്നത്. ഇനി കരിയർ ട്രജക്ടറി നോക്കിയാൽ അടുത്ത പ്രൊമോഷൻ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജർ, അത് കഴിഞ്ഞിട്ട് ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർ, ഫൈനലി സീനിയർ കൊമേഴ്ഷ്യൽ കേഡറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ഞാൻ പറഞ്ഞു നേരത്തെയുള്ള പോസ്റ്റുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ഒരു പോസ്റ്റിന്റെ അഡ്വാൻറ്റേജ് ആർക്കാണ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ആസ്പിറൻസിനാണ് ഈ ഒരു ജോബ് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സ് വാണ്ടിങ് സൂപ്പർവൈസറി റോൾ വിത്ത് ബെറ്റർ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ബട്ട് ക്യാൻ ഹാൻഡിൽ ഷിഫ്റ്റ് ഡ്യൂട്ടീസ്. കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് സൂപ്പർവൈസറി റോളാണ്, സൂപ്പർവൈസ് ചെയ്താൽ മതി. അതായത് ക്ലറിക്കൽ വർക്ക്സ് മാനുവലി തനിയെ ചെയ്യേണ്ട, പക്ഷെ
സൂപ്പർവൈസറി റോളാണ്, വളരെ ഉത്തരവാദിത്തം പിടിച്ച ജോലിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഷിഫ്റ്റ് മാനേജ് ചെയ്യേണ്ടി വരും, പല ഷിഫ്റ്റുകൾ എടുക്കേണ്ടി വരും. പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് മീഡിയം ആണ് എന്നുള്ളത് മാത്രമല്ല, ജോലി പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന വെളിയിലുള്ള എക്സ്ട്രീം കണ്ടീഷൻസിലൊന്നും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഫീസ് ഓറിയന്റഡ് ആണ് ഡ്യൂട്ടി എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനി ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസ്? സൂപ്പർവൈസറി റെസ്പോൺസിബിലിറ്റി ഞാനിപ്പോൾ പറഞ്ഞു. B2 മെഡിക്കൽ സ്റ്റാൻഡേർഡേ ഉള്ളൂ, അതായത് മെഡിക്കലി വലിയ ബുദ്ധിമുട്ടില്ല, മോഡറേറ്റ് മെഡിക്കൽ കണ്ടീഷൻ ആണ് ഇതിനാവശ്യം. അതുപോലെ ഗ്ലാസസ് ഓക്കെ ആണ്, ലാസിക് സർജറി, ലാസിക് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ സാലറി ഗുഡ് ആണ്, പേ ലെവൽ 6 വരുന്ന ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബെറ്റർ സാലറി തന്നെ കിട്ടും. ഇനി എന്തൊക്കെയാണ് നെഗറ്റീവ്സ്? നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഡ്യൂട്ടി, ഞാനിപ്പോൾ പറഞ്ഞു. കസ്റ്റമർ കംപ്ലൈൻസ് പലതും മാനേജ് ചെയ്യേണ്ടി വരും. റവന്യൂ പ്രഷർ, റവന്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഓവറോൾ ഡ്യൂട്ടി ആണെങ്കിൽ പോലും അതിന്റെ പ്രഷർ, വീക്കെൻഡ്സ് വർക്ക്, വീക്കെൻഡുകൾ വർക്ക് വരും, തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റിന്റെ നെഗറ്റീവ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ 2 പോസ്റ്റുകൾ, പേ ലെവൽ 6 വരുന്ന 2 പോസ്റ്റുകളാണ് ആദ്യം നോക്കിയത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഗൂഡ്സ് ട്രെയിൻ മാനേജർ. പലരും ഈ ഒരു ജോബ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ജോബിന് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്, അത് ഞാൻ വരുന്ന വഴിക്ക് പറയുന്നതായിരിക്കും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് അത് അഡ്വാൻറ്റേജ് ആയിരിക്കും, ചിലർക്ക് അത് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. എന്താണ് ഈ ജോബിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ ഇതിന്റെ പേ ലെവൽ 5 വരുന്നതാണ്. പേ ലെവൽ 6 ആയിരുന്നു മറ്റു 2 പോസ്റ്റ്, ഇത് പേ ലെവൽ 5 വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബേസിക് പേ 29,200 വരും. അതേസമയം ഇൻ ഹാൻഡ് 35,000 to 45,000. ഇങ്ങനെ പറയുമെങ്കിലും ഇൻ ഹാൻഡ് തരുന്ന സാലറി ഇത്രയും ഒന്നും ആയിരിക്കത്തില്ല. കാരണം ഇവിടെ വരുന്ന സാലറി ട്രാൻസ്പോർട്ട് അലവൻസ് അല്ലെങ്കിൽ ട്രാവൽ അലവൻസ് എന്ന് പറയുന്ന ഒരു അലവൻസ് ഉണ്ട്. ട്രാവൽ അലവൻസ് ഈ ഒരു പോസ്റ്റിനുണ്ട്. അത്യാവശ്യം ട്രാവലിംഗ് വരുന്ന ഒരു പോസ്റ്റ് ആണ് ഗൂഡ്സ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത്. സോ ട്രാവൽ അലവൻസ് കാരണം തന്നെ വളരെ ബെറ്റർ സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ബെറ്റർ സാലറി ഒരിക്കലും കുറവായിരിക്കില്ല, പക്ഷെ ബെറ്റർ സാലറി, ഇൻ ഹാൻഡ് സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. തീർച്ചയായിട്ടും ഞാനിത് പറയാൻ കാരണം നമ്മുടെ ഒരു സ്റ്റുഡന്റ് തന്നെ റീസെന്റ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അയാളുമായിട്ട് ഇതിന്റെ സാലറിയുടെ കാര്യം സംസാരിച്ചപ്പോൾ ബേസിക് പേ അവർക്കിപ്പോൾ 31,000 ആണ്. ജോലിക്ക് കയറി 2 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ബേസിക് പേയിൽ മാറ്റം ഉണ്ടായിരുന്നു. 31,000 ആണ്. ആ ബേസിക് പേ ഉള്ള ഒരാൾ ഒരു മാസത്തെ സാലറി സ്ലിപ്പ് എനിക്ക് റീസെന്റ് ആയിട്ട് അയച്ചു തന്നു. അതായത് എത്ര സാലറി ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് എൻക്വയറി നടത്തിയ സമയത്ത്. അപ്പോൾ അയാൾക്ക് കിട്ടിയ സാലറി, ഒരു മന്ത് കിട്ടിയ സാലറി എന്ന് പറയുന്നത് 1 lakh പ്ലസ്, 1,50,000 1,50,000 അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന സാലറി. ഇതിൽ നിന്ന് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം 98,000 അടുത്ത് വരുന്ന എമൗണ്ട് ആണ് അയാളുടെ അക്കൗണ്ടിലേക്ക്, അല്ലെങ്കിൽ 1,00,000 അടുത്ത് വരുന്ന എമൗണ്ട് ആണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തത്. സോ ട്രാവലിംഗ് അലവൻസ് വഴി, ട്രാവലിംഗ് ഉണ്ട് തീർച്ചയായിട്ടും. ട്രാവലിംഗ് ഒരുപക്ഷെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും അങ്ങനെ ട്രാവൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള, അതായത് വീട്ടിൽ നിന്നൊക്കെ മാറി ലോങ് ട്രാവൽ ചെയ്ത് ഗൂഡ്സ് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ട്രാവൽ ചെയ്ത് പോയി വരേണ്ട ഒരു ജോലി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നതിന് 1 കിലോമീറ്ററിന് ഏകദേശം 4.7 എന്തോ റേറ്റിലാണ് 1 കിലോമീറ്ററിന് ട്രാവലിംഗ് അലവൻസ് തന്നെ കൊടുക്കുന്നത്. അവരുടെ ട്രാവലിംഗ് അലവൻസ് തന്നെ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 40,000 45,000 ഒക്കെ ട്രാവലിംഗ് അലവൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആക്ച്വലി ഈ ഒരു പോസ്റ്റിലുണ്ട്. എന്ന് വെച്ച് കൂടുതൽ സാലറി വെറുതെ കിട്ടുമെന്ന് ആരും കരുതണ്ട. ആ സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ആ ഒരു ജോബിൽ ഉണ്ട് എന്ന് കരുതണം. അപ്പൊ ഈ പോസ്റ്റിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് 1,00,000 പുറത്ത് സാലറി വേണം, നിങ്ങൾക്ക് ബേസിക് പേ ഇത്രയുള്ള ഒരു പോസ്റ്റ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഗൂഡ്സ് ട്രെയിൻ മാനേജർ ആണ്. വലിയ സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം ഇതാണ്. ബേസിക് ആയിട്ടൊരു ഐഡിയ മാത്രം ഞാനിപ്പോൾ പറഞ്ഞു. ഇനി നേച്ചർ ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഗൂഡ്സ് ട്രെയിൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. ഒരു മെയിൻലി ഗൂഡ്സ് ട്രെയിനിന്റെ എല്ലാ ഓപ്പറേഷൻസും സൂപ്പർവൈസ് ചെയ്യുക, അതിന്റെ കംപ്ലീറ്റ് മാനേജ്മെന്റ്, അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ അതിന്റെ എൻഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യുക. കാർഗോ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സൂപ്പർവിഷൻ, സേഫ്റ്റി ഓഫ് ഫ്രൈറ്റ് കാർഗോ, അതുപോലെ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഇൻസ്പെക്ഷൻസ്, ഇതൊക്കെയാണ് ഗൂഡ്സ് ട്രെയിൻ മാനേജറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഗൂഡ്സ് ട്രെയിൻ മാനേജറുടെ ഡ്യൂട്ടി. ഇനി ഗൂഡ്സ് ട്രെയിൻ മാനേജറുടെ വർക്ക് ലൈഫ് ഇമ്പാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വേരിയബിൾ ഷിഫ്റ്റ് ടൈമിംഗ് അറ്റ് ഫ്രൈറ്റ് യാർഡ്സ്. വേരിയബിൾ ഷിഫ്റ്റ് ടൈമിംഗ് ഒക്കെ പല തരത്തിലുള്ള ഷിഫ്റ്റ് ടൈമിംഗ് വരും. നോർമലി 8 hours ഡ്യൂട്ടി, 8 hours റെസ്റ്റ് എന്നൊരു തരത്തിലാണ് പോകുന്നത്. ഒരു പക്ഷേ അവർക്ക് ഇപ്പോൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള, വളരെ കഷ്ടപ്പെട്ട് പല ജോലി ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് ജോലി ചെയ്യുന്നത്. കൂടുതൽ അവരെ എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക എന്നാണ് പറയുന്നത്. കാരണം വേക്കൻസീസ് ഒരുപാട് ഫില്ല് ചെയ്യാനുണ്ട്. വേക്കൻസീസ്
ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റാണ് ഗൂഡ്സ് ട്രെയിൻ മാനേജർ. അതുകൊണ്ട് തന്നെ ഉള്ള ആൾക്കാർ വളരെയധികം എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. 8 hours ഡ്യൂട്ടി, 8 hours റെസ്റ്റ് അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ പോലും ആ 12 hours വരെയൊക്കെ പലപ്പോഴും അവർ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വേരിയബിൾ ഷിഫ്റ്റ് ടൈമിംഗ് വരാറുണ്ട്. ഔട്ട്ഡോർ വർക്ക് ഇൻ ഓൾ വെതർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നേരത്തെ നമ്മൾ CCTS പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഇൻഡോർ വർക്കാണ്, റൂമിനകത്ത് ഉള്ള ജോലിയാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഔട്ട്ഡോർ വർക്ക് ഇൻ ഓൾ വെതർ. ഇത് ചില ആൾക്കാരെങ്കിലും ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല. ഏത് വെതറിൽ ഏത് കാലാവസ്ഥയിലും നിങ്ങൾ പുറത്ത് ട്രാവൽ ചെയ്തേ പറ്റൂ. ഗൂഡ്സ് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ട്രാവൽ ചെയ്ത് വേണം പോകാൻ. സോ ഇത് പലർക്കും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. അതുപോലെ മാനുവൽ ഫിസിക്കൽ കമ്പോണന്റ് വർക്കിലുണ്ട്. മാനുവൽ എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ ലേബർ ചെയ്യാന്നല്ല അർത്ഥം. ഇങ്ങനെ ട്രാവൽ ചെയ്ത് അതിന്റെ ഫിസിക്കലി ഒബ്സർവ് ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്, ഓഫീസ് വർക്ക് അല്ലെന്നാണ് ആ മാനുവൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി ഹയസ്റ്റ് സെലക്ഷൻ പ്രോബബിലിറ്റി, കാരണം ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. ഹയസ്റ്റ് അലവൻസ് ചാൻസസ്, അടുത്തൊരെണ്ണം ഞാൻ ഇപ്പൊ റീസെന്റ് പറഞ്ഞതാണ്. ഹയസ്റ്റ് അലവൻസ്, ട്രാവലിംഗ് അലവൻസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വലിയ അലവൻസ് കിട്ടാനും ഈ കൂട്ടത്തിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വിളിച്ചിരിക്കുന്ന 6 പോസ്റ്റുകളിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് സാലറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് 35,000 അല്ലെങ്കിൽ 31,000 ആണ് നിങ്ങളുടെ ബേസിക് പേ എങ്കിലും, ഇവിടെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ 29,200 ആണ്. അത് ഒരു 2 years കഴിയുമ്പോൾ അതിന്റെ ബേസിക് പേ തന്നെ 31,000 ആയിട്ട് മാറും. അതിനുശേഷം ആ ബേസിക് പേ വെച്ച് തന്നെ 1 lakh പ്ലസ് സാലറി മേടിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നതല്ല, ഞാൻ സാലറി സ്ലിപ്പ് കണ്ട് അവരെനിക്ക് അയച്ചു തന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം പറയുന്നതാണ്. 1 lakh പ്ലസ് വരെ സാലറി മേടിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. നെക്സ്റ്റ്, കാരിയർ ട്രാജക്ടറി എവിടെയാണ്, എങ്ങനെയാണ് പ്രൊമോഷൻ സാധ്യത എന്ന് വെച്ചാൽ ഗൂഡ്സ് ട്രെയിൻ മാനേജർ സീനിയർ GTM ആവാം, അതിനുശേഷം പാസഞ്ചർ GTM, പിന്നെ മെയിൽ എക്സ്പ്രസ് ആവാം. ഇത് ഒരു ട്രാക്കാണ്. ഈ ഒരു ട്രാക്കിലൂടെ ഇവർക്ക് പ്രൊമോഷൻ പോകാം. അല്ലെങ്കിൽ മറ്റൊരു ട്രാക്ക് എന്ന് പറയുന്നത് GTM സീനിയർ GTM ആയതിനു ശേഷം പിന്നീട് സെക്ഷൻ കൺട്രോളർ ആവാം. അതിനുശേഷം അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് മാനേജർ AOM, നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററുടെ പ്രൊമോഷൻ പോകുന്നത് പോലെ AOM ആവാം, ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ ആവും. ഇത്തരത്തിൽ മാനേജ്മെന്റ് റോളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ എക്സാംസ്, പ്രൊമോഷൻ എക്സാംസ് എഴുതി പോകുന്ന ട്രാക്ക്. ഈ 2 ട്രാക്കുമാണ് ഗൂഡ്സ് ട്രെയിൻ മാനേജർക്ക് സാധ്യതയായിട്ടുള്ള 2 കരിയർ ട്രജക്ടറി. ഇത് ആർക്കാണ് ബെസ്റ്റ്? കാൻഡിഡേറ്റ്സ് ഹു വാണ്ട് ഹയസ്റ്റ് ചാൻസ് ഓഫ് സെലക്ഷൻ, ഹയസ്റ്റ് ഇൻ ഹാൻഡ് സാലറി. കൂടുതൽ വേക്കൻസീസ് ഉണ്ട്, ഒരുപാട് വേക്കൻസീസ് ഇപ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാൻസ് ഓഫ് സെലക്ഷൻ വേണം, അതുപോലെ ഏറ്റവും കൂടുതൽ സാലറി ഇൻ ഹാൻഡ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, കഷ്ടപ്പെടാൻ റെഡിയാണ് പക്ഷെ സാലറി കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ആണ്. അടുത്ത ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മാസീവ് വേക്കൻസീസ് ഉണ്ട്. അതുപോലെ ജോബ് സെക്യൂരിറ്റി എല്ലാ പോസ്റ്റിനും ഉള്ളതുപോലെ ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് കിട്ടും. നിങ്ങൾ പുറത്ത് ഡയറക്ട്ലി ട്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിന്റെ സൂപ്പർവിഷൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇൻ ഫീൽഡ് എക്സ്പീരിയൻസ്, ഓപ്പറേഷണൽ എക്സ്പീരിയൻസ്, ഹയർ ഇൻ ഹാൻഡ് സാലറി, ഏറ്റവും കൂടുതൽ ഇൻ ഹാൻഡ് സാലറി, അത് ട്രാവൽ അലവൻസ് കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാലറിയുടെ കാര്യമാണ് പറയുന്നത്. ഇനി എന്താ നെഗറ്റീവ്സ്? സ്ട്രിക്റ്റ് മെഡിക്കൽ കണ്ടീഷൻ, A2 ആണ് അല്ലേ? A2 ആണ്. ഇതിന്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത് സ്ട്രിക്റ്റ് ആണ്. ഫീൽഡ് വർക്ക് ഉണ്ട്, അതുപോലെ ഹാർഷ് കണ്ടീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു ഓൾ വെതർ കണ്ടീഷനിൽ വർക്ക് ചെയ്യേണ്ടവരും ലാസിക്ക് ഇൻഎലിജിബിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഗൂഡ്സ് ട്രെയിൻ മാനേജറുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡീറ്റെയിൽസും, പ്രോസ് ആൻഡ് കോൺസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു പോസ്റ്റിനെ ഡിസ്കസ് ചെയ്തു. അടുത്തത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്. ഈ ഒരു പോസ്റ്റ് ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണ് വരുന്നത്. ഇനി ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് പേ ലെവൽ 5 തന്നെയാണ്. ഗൂഡ്സ് ട്രെയിൻ മാനേജറുടെ അതേ ബേസിക് പേ തന്നെയാണ്, 29,200. ഇൻ ഹാൻഡ് 50,000 റേഞ്ചിലാണ് സാലറി കിട്ടാൻ സാധ്യതയുള്ളത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2 ആണ്. ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇക്കൂട്ടത്തിൽ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റിനും ഉണ്ട്. ഏറ്റവും റിലാക്സ്ഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഗ്ലാസസ് ഓക്കെയാണ്, അതുപോലെ ലാസിക് എലിജിബിൾ ആണ്. വേക്കൻസീസ് 921 ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്ന് നോക്കിയാൽ അക്കൗണ്ടിങ്, റെക്കോർഡ് മെയിൻ്റെനൻസ്, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡ്യൂട്ടി ഉണ്ട്. ഡേറ്റ എൻട്രി ആൻഡ് ടൈപ്പിംഗ് ആണ്. അതുപോലെ വൗച്ചർ പ്രിപ്പറേഷൻ, ലെഡ്ജർ മാനേജ്മെന്റ്, ബില്ലിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് റെക്കോർഡ് കീപ്പിംഗ്. ഇതൊക്കെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് മാനുവൽ വർക്കുകൾ ഇതിനകത്തുണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ എൻട്രി, ടൈപ്പിസ്റ്റ് എന്ന് പേരുണ്ടല്ലേ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ജോബാണ്. സോ ഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് ക്ലറിക്കൽ വർക്ക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന പോസ്റ്റാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പോസ്റ്റിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മറ്റു കാര്യങ്ങൾ, വർക്ക് ലൈഫ് ഇമ്പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫിക്സഡ് ഓഫീസ് അവേഴ്സ് ആണ്. ഇത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, ചിലർക്കെങ്കിലും ഇത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വർക്കിംഗ് അവർ ഫിക്സഡ് ആണ്. 9 AM to 5 AM മാത്രം നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അതുപോലെ വീക്കെൻഡുകൾ ഓഫ് ഉണ്ട്, അപ്പൊ ബെസ്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്
ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലറിക്കൽ പോസ്റ്റ് ആണ്, ഓഫീസ് പോസ്റ്റ് ആണ്. ഓഫീസ് ഫിക്സഡ് അവേഴ്സ് വർക്ക് ചെയ്താൽ മതി, 9 AM to 5 PM. അതുപോലെ വീക്കെൻഡ് ഓഫ് ഉണ്ട്. അതുപോലെ എയർ കണ്ടീഷൻഡ് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഓഫീസുകൾക്കുള്ളിൽ തന്നെ വർക്ക് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു എൻവയോൺമെന്റ്, ഓഫീസ് എൻവയോൺമെന്റ്, പുറത്ത് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. സീറ്റഡ് ജോബ്, നോ ഫിസിക്കൽ സ്ട്രെസ്. സീറ്റഡ് ജോബാണ്, വലിയ സ്ട്രെസ് ഇല്ല, കാരണം ഇത് ക്ലറിക്കൽ ജോബ് അല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരുപാട് സ്ട്രെസ് വരുന്നില്ല. സീറ്റഡ് ജോബ്, സീറ്റിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വർക്ക് മാത്രമാണ് വരുന്നത്. ഇതാർക്കാണ്? ഇനി കരിയർ പ്രൊജക്ടറികൾ നോക്കാം. അപ്പൊ ജെ പോസ്റ്റിൽ ഇരിക്കുന്നവർ നെക്സ്റ്റ് സീനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ്, അത് കഴിഞ്ഞിട്ട് ജൂനിയർ അക്കൗണ്ട് ഓഫീസർ, ഓഫീസർ കേഡ് എൻട്രി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, സീനിയർ ഓഫീസർ, ഡെപ്യൂട്ടി CAO, അതുപോലെ ചീഫ് അക്കൗണ്ട് ഓഫീസർ. ഇതാണ് കരിയർ ട്രജക്ടറി JAA വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബെസ്റ്റ് ഫോർ, ആർക്കാണിത് ഏറ്റവും നല്ലത്? കാൻഡിഡേറ്റ്സ് വിത്ത് വിഷൻ ഇഷ്യൂസ് സീക്കിംഗ് ബെസ്റ്റ് വർക്ക് ലൈഫ് ബാലൻസ്. അതായത് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, പ്രത്യേകിച്ച് നിങ്ങളുടെ വിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ്, കംപ്ലീറ്റ് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇതിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. വിഷൻ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കുറച്ച് റിലാക്സ്ഡ് ആണ്. C2 ആണ്, C2 ആണ് ഇതിന്റെ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വിഷൻ ഇഷ്യൂസ് ഉള്ളവര് ബെറ്റർ വർക്ക് ലൈഫ് ബാലൻസ് നോക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടാൻ വയ്യ, ഒരുപാട് സ്ട്രെസ്ഡ് വർക്ക് ചെയ്യാൻ വയ്യ എന്ന് ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റ് നോക്കാൻ പറ്റും. ആൻഡ് ഫാസ്റ്റസ്റ്റ് ഓഫീസർ പ്രൊമോഷൻ, എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ഓഫീസർ പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റാണ് JA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കാം. റിലാക്സ്ഡ് മെഡിക്കൽ C2, ഞാനിപ്പോ പറഞ്ഞു C2 ആണ്. സോ മെഡിക്കൽ റിലാക്സ്ഡ് ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ലാസിക് എലിജിബിൾ ആണ്. ഫിക്സഡ് ഹവേഴ്സ് ഡ്യൂട്ടി, ഇത് അഡ്വാൻറ്റേജ് ആണ്. ഓഫീസർ കേഡർ എൻട്രി എളുപ്പമാണ്. അതുപോലെ ഗുഡ് സാലറി, മോശമില്ലാത്ത സാലറി നിങ്ങൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഇനി നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? റെപ്പറ്റേറ്റീവ് വർക്കാണ്. ക്ലറിക്കൽ ജോബ് ആണെന്ന് പറഞ്ഞു, പക്ഷേ ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യേണ്ട റെപ്പറ്റേറ്റീവ് വർക്കാണ് ഇതിനകത്ത് വരുന്നത്. ടൈപ്പിംഗ് മാൻഡേറ്ററി ആണ്. ടൈപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റാണ്, പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണ് പോസ്റ്റിന്റെ പേര്. സോ ടൈപ്പിംഗ് വേണം. അതുപോലെ തന്നെ ലോവർ ദാൻ ലെവൽ 6, ലെവൽ 6നേക്കാളും താഴെ വരുന്ന പോസ്റ്റ്, ലെവൽ 5 പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ സാലറിയിൽ ഉൾപ്പെടെ അതിൻ്റെതായ ചേഞ്ച് ഈ പോസ്റ്റിന് ഉണ്ട്. ഇനി അടുത്ത വരുന്ന പോസ്റ്റ് നോക്കാം. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഒരു പോസ്റ്റ് കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഞാൻ ഓരോ പോസ്റ്റും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ പോസ്റ്റുകളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം, ഏത് പോസ്റ്റ് ഓപ്റ്റ് ചെയ്യണം എന്ന് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഓരോ പോസ്റ്റിന്റെ കാര്യങ്ങളും പറയുന്നത്. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഈ പോസ്റ്റ് പേ ലെവൽ 5 വരുന്നതാണ്. ബേസിക് പേ 29,200, ഇൻ ഹാൻഡ് അപ്രോക്സിമേറ്റ് 50,000 55,000. ഇതിന്റെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ്, നമ്മൾ ഇപ്പൊ പറഞ്ഞ രണ്ട് പോസ്റ്റുകളുടെയും മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2 ആണ്. അത് രണ്ടും ടൈപ്പിസ്റ്റ് പോസ്റ്റുകളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് C2 മാത്രം മതി. ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള രണ്ട് പോസ്റ്റുകളാണ്. ഗ്ലാസസ് ഒക്കെയാണ്, ലാസിക് എലിജിബിൾ ആണ്. വേക്കൻസി 638 വേക്കൻസി ആകെ ഉണ്ട്. എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? സീനിയർ ക്ലറിക്കൽ ആൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് ഡ്യൂട്ടി 1, അതുപോലെ ടൈപ്പിംഗ് ആൻഡ് ഓഫീസ് കറസ്പോണ്ടൻസ്, ഫയൽ മാനേജ്മെന്റ് ആൻഡ് ആർക്കൈവിംഗ്, സ്റ്റാഫ് കോർഡിനേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്, ജനറൽ ക്ലറിക്കൽ ഡ്യൂട്ടീസ്. അപ്പം ഓവറോൾ ക്ലറിക്കൽ ഡ്യൂട്ടീസും അതുപോലെ ടൈപ്പിംഗ്, അതുപോലെ തന്നെ ചില ഫയൽ മാനേജ്മെന്റ്, ആർക്കൈവിംഗ് തുടങ്ങിയ ഡ്യൂട്ടീസ് ആണ് ഈ പോസ്റ്റുമായിട്ടും ബന്ധപ്പെട്ടും വരുന്നത്. കൂടുതൽ ഒഫീഷ്യൽ സ്റ്റേച്ചർ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇനി വർക്ക് ലൈഫ് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നേരത്തെ പറഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞ പോസ്റ്റ് പോലെ തന്നെ ഫിക്സഡ് ഓഫീസ് അവേഴ്സ് ആണ്. വീക്കെൻഡ് ആൻഡ് ഹോളിഡേസ് ഓഫ് ആണ്. വീക്കെൻഡ് ആൻഡ് ഹോളിഡേസ് ഓഫ് ആണ്. അതുപോലെ ബെസ്റ്റ് വർക്ക് ലൈഫ് ബാലൻസ്, ഇക്കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് ഇൻഡോർ ഓഫീസ് എൻവയോൺമെന്റ് ആണ്. ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വർക്ക് ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോസ്റ്റിലുള്ളത്. ഇനി കരിയർ ട്രാജക്ടറി നോക്കിയാൽ ഹെഡ് ക്ലർക്ക് ആണ് അടുത്തത്, അത് കഴിഞ്ഞിട്ട് ചീഫ് ക്ലർക്ക്, ഓഫീസ് സൂപ്പറിൻറ്റൻഡന്റ്, ഡിപ്പാർട്ട്മെന്റൽ സൂപ്പർവൈസർ, ഇത്തരത്തിലായിരിക്കും പ്രൊമോഷൻസ് വരുന്നത്, അതിനുള്ള സാധ്യത. ഇനി എന്താണ് ബെസ്റ്റ് ഫോർ കാൻഡിഡേറ്റ്സ് സീക്കിംഗ് മാക്സിമം കംഫോർട്ട് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ്? വർക്ക് ലൈഫ് ബാലൻസും കംഫോർട്ടും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് ഇത് പറ്റിയത്. വിത്തൗട്ട് കരിയർ പ്രഷർ ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാം. ഇത്തരത്തിൽ നിങ്ങളുടെ മാക്സിമം കംഫോർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാം എന്നുള്ള ആൾക്കാർക്ക് പറ്റിയ പോസ്റ്റ് ആണ്. എന്താണ് ഇതിന്റെ പ്രോൺസ്? റിലാക്സ്ഡ് മെഡിക്കൽ C2 ആണ്, ഇപ്പൊ പറഞ്ഞു. ലാസിക് എലിജിബിൾ ആണ്. ഫിക്സഡ് ഹവേഴ്സ് ഡ്യൂട്ടി ആണ്. വീക്കെൻഡ് ഓഫ് ഉണ്ട്. കംഫോർട്ടബിൾ എൻവയോൺമെന്റിൽ തന്നെ വർക്ക് ചെയ്യാം, പുറത്തൊന്നും ഇറങ്ങി ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കോൺസ് എന്തൊക്കെയാണ്? നെഗറ്റീവ്, സ്ലോവർ പ്രൊമോഷൻ സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ റൊട്ടീൻ, വീണ്ടും റെപ്പറ്റീവ് ആയിട്ടുള്ള ക്ലറിക്കൽ വർക്ക്, ലിമിറ്റഡ് ഗ്രോത്ത് കമ്പയർഡ് ടു ഓപ്പറേഷണൽ പോസ്റ്റ്. മറ്റുള്ള ഓപ്പറേഷണൽ പോസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ സ്ലോ ആയിരിക്കും, പ്രൊമോഷൻ സാധ്യതയും വളരെ കുറവായിരിക്കും. പക്ഷെ
നിങ്ങൾക്കുള്ള കാര്യത്തിൽ തന്നെ, ഉള്ള പോസ്റ്റിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പോസ്റ്റ് 6 ട്രാഫിക് അസിസ്റ്റന്റ് നമ്മൾ അവസാനത്തെ പോസ്റ്റ് ആണ്. നമ്മുടെ ഈ ഒരു NTPC നോട്ടിഫിക്കേഷനിലെ 6ാമത്തെ പോസ്റ്റ് ആണ്. അതിന്റെ പേ ലെവൽ 4ൽ വരുന്ന പോസ്റ്റാണ്. ഏറ്റവും ലോവസ്റ്റ് പേ ലെവലിൽ വരുന്ന പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റന്റ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ പോസ്റ്റുകളും പേ ലെവൽ 5ഉം പേ ലെവൽ 6ഉം ആയിരുന്നു. ഏറ്റവും ലോവസ്റ്റ് പേ ലെവൽ വരുന്ന പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റന്റ്. അതിന്റെ ബേസിക് വരുന്നത് 25,500 ആണ് ബേസിക് വരുന്നത്. ഇൻ ഹാൻഡ് അപ്രോക്സിമേറ്റ്ലി 40,000 റേഞ്ചിലേക്ക് മാത്രം വരുന്ന ഏറ്റവും ലോവസ്റ്റ് ഇൻ ഹാൻഡ് സാലറി വരുന്ന ഒരു പോസ്റ്റാണ് ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A2. മറ്റൊരു കാര്യം, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏറ്റവും സ്ട്രിക്റ്റും ആണ്. ഈ പോസ്റ്റിന് സാലറി കുറവാണെങ്കിൽ പോലും അതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വളരെ സ്ട്രിക്റ്റ് ആണ്. സാലറിയുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വളരെ സ്ട്രിക്റ്റ് ആണ്. ഗ്ലാസസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ലാസിക് ഇൻഎലിജിബിൾ. വേക്കൻസി 59. വളരെ ലീസ്റ്റ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഇതിനുള്ളത്. ഇനി നേച്ചർ ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ട്രെയിൻ ട്രാഫിക് മാനേജ്മെന്റ് അസിസ്റ്റൻസ്, സിഗ്നൽ ആൻഡ് സ്വിച്ചിങ് ഓപ്പറേഷൻസ്, ട്രാക്ക് ലൈൻ ഇൻസ്പെക്ഷൻ, റെയിൽവേ സേഫ്റ്റി മോണിറ്ററിംഗ്, ട്രാഫിക് റെഗുലേഷൻ അറ്റ് ലെവൽ ക്രോസിംഗ്സ്. ഇതൊക്കെയാണ് ഈ ഒരു പോസ്റ്റിന് വരുന്ന ഡ്യൂട്ടീസ്. ഇനി വർക്ക് ലൈഫ് ഇമ്പാക്ട് എന്താണെന്ന് നോക്കാം. ഈ ഒരു പോസ്റ്റിൻ്റെത് 24 hours റൊട്ടേഷണൽ ഷിഫ്റ്റ് വരും. സ്റ്റേഷൻ മാസ്റ്ററെ പോലെ തന്നെ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഫീൽഡ് ബേസ്ഡ് വർക്ക് ആയിരിക്കും. നേരത്തെ ഗുഡ്സ് ട്രെയിൻ മാനേജറുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫീൽഡ് ബേസ്ഡ് വർക്കാണ് വരുന്നത്. സേഫ്റ്റി ക്രിട്ടിക്കൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഇത് ഉത്തരവാദിത്തമുള്ള പല കാര്യമാണ്. വളരെ ഉത്തരവാദിത്തം പിടിച്ച കാര്യമാണ്. സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിട്ടിക്കൽ റെസ്പോൺസിബിലിറ്റി വരുന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലി തന്നെയാണ്. കോർ ഓപ്പറേഷണൽ റെയിൽവേ റോൾ. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൽ കോർ റോൾ ഉണ്ട്. അതായത് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കോർ ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ചെയ്യുന്നത്. അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ കരുതാം. ഇനി കാരിയർ ട്രജക്ടറി എന്താണ്? നെക്സ്റ്റ് സീനിയർ TA ആവും. അത് കഴിഞ്ഞിട്ട് ട്രാഫിക് ഇൻസ്പെക്ടർ ആവും. പിന്നീട് ചീഫ് ട്രാഫിക് ഇൻസ്പെക്ടർ ആവും. ഓപ്പറേഷണൽ മാനേജ്മെന്റിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇതാണ് നെക്സ്റ്റ് വരുന്ന ഒരു കരിയർ ട്രാക്ക്. ഇനി ആർക്കാണ് ഇത് ബെസ്റ്റ് എന്ന് നോക്കിയാൽ കാൻഡിഡേറ്റ്സ് പാഷനേറ്റ് അബൌട്ട് റെയിൽവേ സേഫ്റ്റി ആൻഡ് ഓപ്പറേഷൻസ്. ഇത്തരത്തിൽ മാത്രമേ ഇതിനെപ്പറ്റി പറയാൻ പറ്റൂ. കൂടുതൽ പാഷനേറ്റ് ആണ്. സേഫ്റ്റി കാര്യങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഡെസ്പൈറ്റ് ലോ വേക്കൻസീസ് കുറവാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലൊരു പാഷനുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി റോളാണ്. അതായത് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് റോളാണ് ട്രാഫിക് അസിസ്റ്റന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഓപ്പറേഷണൽ അഡ്വാൻസ്മെന്റ്, ജോബ് സെക്യൂരിറ്റി. നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? ലോവസ്റ്റ് വേക്കൻസി വളരെ കുറവാണ്. സ്ട്രിക്റ്റ് മെഡിക്കൽ ആണ് ഈ ഒരു പോസ്റ്റിന്. അതുപോലെ ഷിഫ്റ്റ് ഡ്യൂട്ടി ആണ് വരുന്നത്. ലോവസ്റ്റ് സാലറി. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്, സ്ട്രിക്റ്റ് മെഡിക്കൽ ആണ്, ഷിഫ്റ്റ് ഡ്യൂട്ടി ആണ്, വേക്കൻസി കുറവാണ്, പക്ഷേ സാലറിയും അതുപോലെ തന്നെ കുറവാണ്. ലാസിക് ഇൻഎലിജിബിൾ ആണ്. ഇത്രയുമാണ് നമ്മുടെ ട്രാഫിക് അസിസ്റ്റന്റ് പോസ്റ്റിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നിങ്ങൾ എന്തൊക്കെയാണ് ഈ പോസ്റ്റുകളെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ഫാക്ടർ നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾ ആദ്യം വിലയിരുത്തുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ A2 ആണോ, ഏത് കാറ്റഗറിയാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വിഷന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിസിഷനെ നിങ്ങൾ എടുക്കാൻ പോകുക. അത്തരത്തിലുള്ള നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വേക്കൻസീസിനെ പറ്റി മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാതെ ഒരു സോണിലുള്ള ഇത്ര വേക്കൻസി ഒരു സോണിൽ മൊത്തം ഉണ്ട് എന്ന് ചിന്തിച്ച് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻ ഫസ്റ്റ് നോക്കുക. ആ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകൾ ഓരോ സോണിലും എത്രയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം വേണം നിങ്ങൾ സോൺ സെലക്ഷനിലേക്ക് പോവാൻ. ക്ലിയർ ആയോ? ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരുപാട് ചിലപ്പം വില കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ ഇത്രയും നാൾ പഠിച്ച് കഷ്ടപ്പെട്ട് എക്സാം എഴുതുന്നതിൻ്റെ ഉൾപ്പെടെ ആ ടൈം ഉൾപ്പെടെ നിങ്ങൾ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി സ്റ്റാൻഡേർഡ്സിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏതൊക്കെ പോസ്റ്റിനാണ് ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ നോക്കി, A2 സ്റ്റാൻഡേർഡ്, അതായത് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ വരുന്നത് A2 സ്റ്റാൻഡേർഡ് ആണ്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ട പോസ്റ്റുകൾ ഏതൊക്കെയാ? സ്റ്റേഷൻ മാസ്റ്റർ, ഗൂഡ്സ് ട്രെയിൻ മാനേജർ, ട്രാഫിക് അസിസ്റ്റൻസ്.
ട്രാഫിക് അസിസ്റ്റന്റ്. ഈ 3 പോസ്റ്റും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷൻ ഏറ്റവും ബെറ്റർ ആയിരിക്കണം, ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതായത് 6/9 നോ കറക്ഷൻ, അതായത് ഗ്ലാസസ് ഒന്നും യൂസ് ചെയ്യാതെ ആ ഡിസ്റ്റന്റ് വിഷന്റെ സ്റ്റാൻഡേർഡ് പറയുന്ന ഇതാണ്. അതുപോലെ നിയർ വിഷൻ 0.6 ആണ് വരുന്നത്. അതുപോലെ ഗ്ലാസസ് അലൗഡ് അല്ല, ലാസിക്കും നോ ആണ്. സോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണോ എന്ന് ആദ്യം നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അടുത്ത കണ്ടീഷൻ B2 മെഡിക്കൽ കണ്ടീഷൻ എലിജിബിൾ ആണോ ഓക്കെ ആണോ നോക്കുക. അതും അല്ലെങ്കിൽ C2 ഏതാണ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആ പോസ്റ്റ് നിങ്ങൾ A2 ഉണ്ടെങ്കിൽ എത്രയും പോസ്റ്റുകൾ നിങ്ങൾ എലിജിബിൾ ആണ്. നിങ്ങൾ B2ലാണെങ്കിൽ അതിന് താഴെ വരുന്ന CCTSും അതുപോലെ JAയും സീനിയർ ക്ലർക്കും ഈ 3 പോസ്റ്റുകളായിരിക്കും നിങ്ങൾ എലിജിബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നിങ്ങൾ എത്ര പോസ്റ്റുകൾ എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ പോസ്റ്റുകളുടെ വേക്കൻസി എവിടെയാണ് കൂടുതൽ, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്പയർ ചെയ്യുമ്പോൾ ആ സോൺസിൽ കമ്പയർ ചെയ്യുമ്പോൾ എവിടെയായിരിക്കും കുറവ് വരാൻ സാധ്യതയുള്ളത് എന്നൊരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനിയും സാലറി ഹയറാർക്കി ആൻഡ് നെറ്റ് ടേക്ക് ഓഫ് ജസ്റ്റ് ഹയറാർക്കി ഓർഡറിൽ സാലറിയുടെ ഓർഡറിൽ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് സാലറി കിട്ടുന്ന പോസ്റ്റ് ഗൂഡ്സ് ട്രെയിൻ മാനേജർ ആണ് കേട്ടോ. താഴെയാണ് വെച്ചിരിക്കുന്നതെങ്കിലും ഏറ്റവും ഹയസ്റ്റ് സാലറി വിത്ത് അലവൻസ് കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റ് ഗൂഡ്സ് ട്രെയിൻ മാനേജർ ആണ്. ഇത് നോർമൽ ബേസിക് പേയുടെ ഓർഡറിൽ മാത്രം വെച്ചതാണ്. പക്ഷേ ഇത് ട്രാവലിംഗ് പോസ്റ്റ് ആയതുകൊണ്ട് ഇതിനും അലവൻസസ് ഈ പറയുന്ന സാലറി ഒന്നും അല്ല, സ്റ്റാർട്ടിങ് മുതലേ ഈ പറയുന്ന സാലറി ഒന്നും അല്ല, ഹയർ സാലറി ആണ്. ട്രാഫിക് അസിസ്റ്റന്റ് ഇതിനും കുറച്ചുകൂടി ട്രാവലിംഗ് അലവൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന സാലറിയും അല്ല, 50,000 റേഞ്ചിലേക്ക് സാലറി എങ്ങനെയായാലും കിട്ടാൻ സാധ്യതയുള്ള പോസ്റ്റാണ് ഇത് രണ്ടും. ബാക്കിയുള്ളതൊക്കെ ട്രാവലിംഗ് അലവൻസുകൾ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. മറ്റ് പല അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, അതർ കാര്യങ്ങളാണുള്ളത്. ഇതിൽ സ്റ്റേഷൻ മാസ്റ്റർ ബാക്കി അലവൻസ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ഹയസ്റ്റ് സാലറി. ബാക്കിയുള്ള രണ്ടും സീനിയർ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ, അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ്, സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ഇതൊക്കെ പേ ലെവൽ 5 വരുന്നതാണ്. ആദ്യത്തെ രണ്ടെണ്ണം പേ ലെവൽ 6 വരുന്നതാണ്. ആ റേഞ്ചിലാണ് ഇൻ ഹാൻഡ് സാലറി. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി സ്ട്രാറ്റജി ഫോർ ബെസ്റ്റ് സെലക്ഷൻ, ഏറ്റവും സെലക്ഷൻ ചാൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി ആണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ഹയസ്റ്റ് സാലറി ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഒരു ഓപ്ഷൻ സ്റ്റേഷൻ മാസ്റ്റർ, മറ്റൊരു ഓപ്ഷൻ ഗൂഡ്സ് ട്രെയിൻ മാനേജർ. ഇതിൽ ഈ രണ്ട് പോസ്റ്റിലുള്ള അഡ്വാൻറ്റേജ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ജോലിയാണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ മാനുവൽ ലേബർ ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി ട്രാവൽ ചെയ്യേണ്ട ഒരു ജോബാണ്. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജോലിയല്ല, പക്ഷെ അത്യാവശ്യം 24 hours നമ്മൾ പ്രസന്റ് ആവുന്നതാണ്. രണ്ട് തരത്തിലുള്ള സ്ട്രെസ് ആയിരിക്കും രണ്ട് ജോലിക്കും ഉള്ളത്. അപ്പൊ ഗൂഡ്സ് ട്രെയിൻ മാനേജർ വളരെ വലിയ ഏറ്റവും ബെസ്റ്റ് സാലറി, ഏറ്റവും ഹയസ്റ്റ് സാലറി മാത്രമാണെങ്കിൽ നിങ്ങൾ ഗൂഡ്സ് ട്രെയിൻ മാനേജർ നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് വരുന്ന സമയങ്ങളിൽ 1 lakh പ്ലസ് സാലറി ഉൾപ്പെടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഗൂഡ്സ് ട്രെയിൻ മാനേജർ. 1 lakh അതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. ഇനി ബെസ്റ്റ് സെലക്ഷൻ ചാൻസ് എന്ന് പറഞ്ഞത് വേക്കൻസി മാത്രം നോക്കി ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഗൂഡ്സ് ട്രെയിൻ മാനേജർ ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. സോ സെലക്ഷൻ ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, വർക്ക് ലൈഫ് ബാലൻസ് ആണ് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ആണ് നിങ്ങൾ നോക്കേണ്ട പോസ്റ്റ്. ഇനി വിഷൻ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററോ ഗൂഡ്സ് ട്രെയിൻ മാനേജറോ ട്രാഫിക് അസിസ്റ്റന്റോ ഒന്നും കൊടുക്കരുത്. ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻസ് ഓർ സീനിയർ ക്ലർക്ക്, ഈ രണ്ട് പോസ്റ്റുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ടൈപ്പിസ്റ്റ് ലെവലിൽ വരുന്ന പോസ്റ്റാണ് കൊടുക്കേണ്ടത്. C2 മെഡിക്കൽ ആണ് വരുന്നത്. ലാസിക്ക് ഓക്കെ ആണ്. ഇനി ഓഫീസർ കേഡർ എൻട്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് പോസ്റ്റ് കൊടുക്കുക. ഓഫീസർ സ്റ്റാറ്റസിലോട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. ഇനി കരിയർ ഗ്രോത്ത്, ഇതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി ലീസ്റ്റ് കോമ്പറ്റീറ്റീവ് എന്ന് പറഞ്ഞത് ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഗൂഡ്സ് ട്രെയിൻ മാനേജർ മാസീവ് വേക്കൻസി ഉണ്ട്. സോ ഗൂഡ്സ് ട്രെയിൻ മാനേജർ നമുക്ക് പറയാം. ഇനി മോസ്റ്റ് കോമ്പറ്റീറ്റീവ് കൂട്ടത്തിൽ ഏതാണെന്ന് വെച്ചാൽ വേക്കൻസി വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. വളരെ കുറച്ച് നമ്പർ ഓഫ് വേക്കൻസീസ് ആണുള്ളത്. മാത്രമല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻ ആണ്, ദാറ്റ്സ് ഓക്കെ. ബട്ട് വേക്കൻസി വളരെ കുറവാണ്. ട്രാഫിക് അസിസ്റ്റൻസ് മോസ്റ്റ് കോമ്പറ്റീറ്റീവ്. ഇനി ഫിക്സഡ് ഹവേഴ്സ് പ്ലസ് ഗുഡ് പേ ആണ് വേണ്ടത്. ഫിക്സഡ് ഹവേഴ്സ് ഡ്യൂട്ടിയും ഗുഡ് പേ ആണ് വേണ്ടതെങ്കിൽ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് അല്ലെങ്കിൽ CCTS, ഈ 3 പോസ്റ്റുകൾ ഫിക്സഡ് ഹവേഴ്സ് പ്ലസ് ഗുഡ് പേയുടെ ഒരു കോമ്പിനേഷൻ ആണ്.
ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ പോസ്റ്റുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതായത് ഓരോ പോസ്റ്റുകളും ആ പോസ്റ്റിന്റെ പ്രത്യേകതകളും എന്താണ് ജോബ് നേച്ചർ എന്നും ഒക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് കരുതുന്നു. ഇതൊരു ബേസിക് ഐഡിയ മാത്രം. ഇതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ പറയുമ്പോഴും അലവൻസുകളുടെ കാര്യം പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സോണ്, നിങ്ങൾക്ക് കിട്ടുന്ന റീജിയൻ, നിങ്ങൾ എവിടെ ജോലി കിട്ടുന്നു, ഏത് സ്റ്റേഷന്റെ പരിധിയിൽ കിട്ടുന്നു, അല്ലെങ്കിൽ എവിടെ കിട്ടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് ആകെ മൊത്തത്തിൽ മറിയാൻ സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെ മറിയും, വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസുകൾ, നിങ്ങളുടെ ഡ്യൂട്ടിയുടെ നേച്ചർ 8 hours എന്നുള്ളത് ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്തു പോകാം, ചിലർക്ക് അതിൽ റിലാക്സേഷൻ കിട്ടുന്ന സ്ഥലങ്ങളിലായിരിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഓവറോൾ നമ്മൾ പറയുമെങ്കിലും വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട്. അത് നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലാക്കുക. അത് നിങ്ങളോടൊന്ന് അഡ്രസ് ചെയ്യണം എന്ന് കരുതി. ഇനി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോസ് ആൻഡ് കോൺസ് ഫൈനൽ സമ്മറി, നമ്മുടെ ജസ്റ്റ് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒന്ന് സമ്മോൺ ചെയ്യാം. സ്റ്റേഷൻ മാസ്റ്റർ സാലറിയുടെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഗൂഡ്സ് ട്രെയിൻ മാനേജറും സാലറിയുടെ കേസിൽ ഏറ്റവും ബെസ്റ്റ് ആണ്, യാതൊരു സംശയമില്ല. 5 സ്റ്റാർ കൊടുക്കാം. അതേസമയം CCCTS അതിന്റെ തൊട്ട് താഴെ 4 സ്റ്റാർ കൊടുക്കാം. JAAയും 4 സ്റ്റാർ കൊടുക്കാം. സീനിയർ ക്ലർക്കും സിമിലർലി. ട്രാഫിക് അസിസ്റ്റന്റ് സാലറിയുടെ കാര്യത്തിൽ ഏറ്റവും കുറവാണ്. അപ്പൊ ഈ ഒരു ഓർഡറാണ്. സ്റ്റേഷൻ മാസ്റ്ററും GTMും ഇത് രണ്ടും സ്റ്റേഷൻ മാസ്റ്ററേക്കാളും ബെറ്റർ സാലറി കിട്ടാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ, കഷ്ടപ്പെടുകയാണെങ്കിലാണേ പറയുന്നത്, വെറുതെ സാലറി കിട്ടില്ല. കഷ്ടപ്പെടുന്നതനുസരിച്ച് സാലറി കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2 പോസ്റ്റുകളും സാലറി കൂടുതൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മെഡിക്കൽ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്ററും GTMും വളരെ സ്ട്രിക്റ്റ് ആണ്. സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ GTMും അതുപോലെ ട്രാഫിക് അസിസ്റ്റന്റും, ഈ 3 പോസ്റ്റുകളുടെയും മെഡിക്കൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് വേണം. ഇനി ലോവസ്റ്റ് അല്ലെങ്കിൽ മീഡിയം ലെവലിലാണ് CCCTS വരുന്നത്. അതേസമയം JAയും സീനിയർ ക്ലർക്കും റിലാക്സ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അപ്പോൾ ഡ്യൂട്ടിയുടെ കാര്യം നോക്കിയാലോ, ഹവർ ഡ്യൂട്ടി 24/7 അവൈലബിൾ ആവേണ്ട പോസ്റ്റുകളാണ് സ്റ്റേഷൻ മാസ്റ്ററും ട്രാഫിക് അസിസ്റ്റന്റും. അതുപോലെ ഷിഫ്റ്റുകളായിട്ട് വരുന്ന ഡ്യൂട്ടിയാണ് CCCTSന്റെ വരുന്നത്. അതേസമയം വേരിയബിൾ ഷിഫ്റ്റുകളാണ് ഗൂഡ്സ് ട്രെയിൻ മാനേജറിൽ വരുന്നത്. ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല, ഷിഫ്റ്റ് തന്നെ വേരി ചെയ്യും, ഹവേഴ്സ് ഒക്കെ വേരി ചെയ്യും. അതുപോലെ തന്നെ ഫിക്സഡ് ഡ്യൂട്ടീസ് വരുന്ന 2 പോസ്റ്റുകളാണ് JA ആൻഡ് സീനിയർ ക്ലർക്ക്. ഇനിയും സ്ട്രെസ്, ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള ജോലികൾ, അത് തീർച്ചയായിട്ടും ഹയർ പോസ്റ്റിൽ ഇരിക്കുന്നത് തന്നെ ആയിരിക്കും. ഹയസ്റ്റ് സ്ട്രെസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ജോലി സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാണ്. അതുപോലെ ട്രാഫിക് അസിസ്റ്റന്റ് 4 സ്റ്റാർ നമുക്ക് കൊടുക്കാം. അതുപോലെ CCCTSും GTMും 3 സ്റ്റാർ, സ്ട്രെസ്സിന്റെ കാര്യത്തിൽ 3 സ്റ്റാർ. JAA 2 സ്റ്റാർ ആണ്. അതേസമയം സീനിയർ ക്ലർക്ക് 1 സ്റ്റാർ. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു ഫൈനൽ സമ്മിങ് അപ്പ് മാട്രിക്സ് ആണ്. ഇനി ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതിന് സെക്കൻഡറി ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഏറ്റവും ബെറ്റർ CCCTSും അതുപോലെ തന്നെ JAAയും അതുപോലെ ട്രാഫിക് അസിസ്റ്റന്റുമാണ്. തേർഡ് ഓപ്ഷനിലാണ് ഗ്രോത്തിന്റെ കേസിൽ ഗൂഡ്സ് ട്രെയിൻ മാനേജറും സീനിയർ ക്ലർക്കും വരുന്നത്. കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് കോമ്പറ്റീഷൻ വരുന്നത് ട്രാഫിക് അസിസ്റ്റന്റിന്, അതിനുശേഷമുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും JAAക്ക് വരുന്നത്. പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ ആയാലും CCTS ആയാലും അതുപോലെ സീനിയർ ക്ലർക്ക് ആയാലും അതിന് കോമ്പറ്റീഷൻ 2 സ്റ്റാർ ആണ് വരുന്നത്. 1 സ്റ്റാർ മാത്രമേ ഗൂഡ്സ് ട്രെയിൻ മാനേജറിൽ കോമ്പറ്റീഷൻ വൈസ് വരുന്നുള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയുള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ പോസ്റ്റ് അനാലിസിസ്, നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പോസ്റ്റ് അനാലിസിസിന്റെ ഡീറ്റെയിൽസ്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫൈനലി സമ്മിങ് അപ്പ്, നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആണ്. November 20 ആണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. November 20 ആണ് ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത്, ടൈം ലൈൻ കഴിയുന്ന സമയം. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ അവസാനം ചെയ്യാമെന്ന് പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ ഒരുപക്ഷെ അത് വലിയ വില കൊടുക്കേണ്ടി വരും. സോ എല്ലാവരും ശ്രദ്ധിക്കുക. November 20 ആണ്, അവസാനം ആവാൻ നിൽക്കരുത്. സെക്കൻഡ് വീക്ക് മുതൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക. 2 to 3 weeks, 2 മുതൽ 3 വീക്കിന്റെ ഇടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് വീക്കിലേക്ക് പോകണ്ട. ഫസ്റ്റ് വീക്ക്, ഒരാഴ്ച എടുത്ത് നിങ്ങൾ ഇതിനെപ്പറ്റി പഠനം നടത്തിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ മെഡിക്കൽ ഫിറ്റ്നസ് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങളുടെ വിഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഉടനെ തന്നെ ചെക്ക് ചെയ്ത് നിങ്ങളുടെ വിഷൻ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും എലിജിബിൾ ആണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യരുത്. അവോയ്ഡ് സ്റ്റേഷൻ മാസ്റ്റർ GTM ഇഫ് യു ഹാവ് കറക്റ്റബിൾ വിഷൻ കറക്റ്റ് ചെയ്യേണ്ട ടൈപ്പ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരു കാരണവശാലും ആ പോസ്റ്റുകൾ നോക്കരുത്. ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് കൊടുക്കരുത്, ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം
ഫസ്റ്റ് പ്രിഫറൻസിന് നിങ്ങൾ സ്റ്റേഷൻ മാസ്റ്റർ കൊടുത്തു, അതിന് താഴത്തെ പോസ്റ്റുകളിലും നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ ആണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തത്. അതിന്റെ മെഡിക്കൽ എത്തിയപ്പോൾ നിങ്ങൾ റിജക്റ്റഡ് ആയെങ്കിൽ അതിന്റെ താഴത്തെ പോസ്റ്റുകൾ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. സോൺ സെലക്ഷൻ ചൂസ് RRB ഓൺ പോസ്റ്റ് പ്രിഫറൻസ് നോട്ട് ഹോം ടൗൺ. ഹോം ടൗൺ മാത്രം നോക്കിയല്ല, പോസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പോസ്റ്റുകളും പോസ്റ്റ് പ്രിഫറൻസുകളും നിങ്ങളുടെ മെഡിക്കൽസും നോക്കിയിട്ട് മാത്രം സോൺ സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഹയർ വേക്കൻസീസ് ബെറ്റർ ചാൻസസ് തന്നെയാണ്. അത് മാത്രമല്ല എന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതൊരു സാധ്യത തന്നെയാണ്. ഹയർ വേക്കൻസി എപ്പോഴും ചാൻസസ് കൂടുതൽ തന്നെ ഉണ്ടാക്കും. കൺസിഡർ ട്രാൻസ്ഫർ പോളിസീസ്. ട്രാൻസ്ഫർ പോളിസീസ് നോക്കുക. കാരണം നിങ്ങൾ വളരെ നോർത്തിലേക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ആൾക്കാർ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയും കൂടി നോക്കിയതിന് ശേഷം സോൺ സെലക്ട് ചെയ്യുക. പോസ്റ്റ് റാങ്കിങ്, റാങ്ക് പോസ്റ്റ് സ്ട്രാറ്റജിക്കലി, അതായത് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ പോസ്റ്റ് പ്രിഫറൻസ്, സോൺ അനാലിസിസ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഈ കാര്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രം നിങ്ങൾ സോണിൽ നിങ്ങളുടെ പോസ്റ്റുകൾ റാങ്ക് ചെയ്യുക. ഫസ്റ്റ് ചോയ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോസ്റ്റ്, ആ പോസ്റ്റ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് നിങ്ങളുടെ ഡ്രീം പോസ്റ്റ് ആദ്യം കൊടുക്കുക. അത് നിങ്ങൾ എലിജിബിൾ, മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സോണിൽ അതിന് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീം ജോബ് ഫസ്റ്റ് കൊടുക്കുക. സെക്കൻഡ് ടു ഫോർത്ത് ചോയ്സസ് ബാക്കപ്പ് പോസ്റ്റുകളായിരിക്കണം. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷനെയൊക്കെ മെഡിക്കൽ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ ബാക്കിയുള്ള പോസ്റ്റുകൾ ആദ്യം മുതൽ 4 വരെയുള്ള പോസ്റ്റുകൾ നോക്കുക. എല്ലാ പോസ്റ്റുകളും നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുമെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ പ്രശ്നമാവും എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റുകൾ ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസിൽ കൊടുക്കുക. എല്ലാ പോസ്റ്റുകളും നിങ്ങൾ കൊടുക്കുക. ഡോണ്ട് ലീവ് പോസ്റ്റ് അൺറാങ്ക്ഡ്. 6 പോസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡറിൽ കൊടുക്കണം. ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പോസ്റ്റ് പ്രിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്തത്. ലാസ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങളോട് സോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി ചേർത്ത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഫൈനൽ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ, എവിടെ അപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ, നിങ്ങൾ എലിജിബിൾ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഇത്രയും കാര്യങ്ങളെ പറ്റിയുള്ള ധാരണ ഉണ്ടാക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇത് ഉപയോഗപ്പെട്ടേക്കാം, ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഉപയോഗപ്പെട്ടേക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ഫാമിലി ഉള്ളവരോടും എല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.